എനിക്കിന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ തകർക്കപ്പെട്ട ജീവിതങ്ങൾ എന്നുള്ള വിഷയം എനിക്ക് പഠിക്കുവാൻ തക്കോതും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി പ്രത്യേകിച്ച് എനിക്ക് ഈ വിഷയം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ വിഷയം എനിക്ക് പറയുവാൻ തക്കോതും എനിക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കേണ്ടതിനും പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുവാനും അത് നിങ്ങൾക്ക് കേൾക്കത്തക്ക രീതിയിൽ പറയുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ജീവിതത്തിൽ പല സംഘർഷങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടുള്ള മനുഷ്യരുടെ ചരിത്രമാണല്ലോ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും യോസഫിൻ്റെയും നെഹമ്യാവിൻ്റെയും അതുപോലെ തന്നെ മോശയുടെയും ഒക്കെ ജീവിതചരിത്രം ജീവിതാനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകൾ, ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് അവരെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി എടുത്ത് ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ജീവിതത്തിൽ പല തകർച്ചകളുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം അവരെ അനുവദിച്ചതിൻ്റെ പിറകിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. സമൂലമായി അവരെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായ രീതിയിൽ അവരെ ആക്കി തീർക്കുവാനായിട്ടാണ് ദൈവം അപ്രകാരമുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കാനായിട്ട് ദൈവം അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുത്തത്. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളും പല പ്രയാസങ്ങൾ, പല തകർച്ചകൾ, പ്രതിസന്ധികളൊക്കെയും അനുഭവിച്ചിട്ടാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തകർക്കപ്പെട്ട ജീവിതങ്ങളാണ് ദൈവത്തിന് പ്രയോജനകരമായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് എന്നുള്ള ആ വിഷയമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനനുബന്ധിച്ച് ഞാൻ 1-2 വേദവാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദവാക്യമാണ് സങ്കീർത്തനം 51:16-17. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അതുപോലെ തന്നെ സങ്കീർത്തനം 34:18 വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന രണ്ട് വാക്കുകളാണ് മനസ്സ് തകരുക, ഹൃദയം നുറുങ്ങുക. ഈ 2 വാക്യത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ തകർച്ച അല്ലെങ്കിൽ തകർന്നിരിക്കുക എന്നുള്ള ആ വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വാക്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തകർന്നിരിക്കുക അല്ലെങ്കിൽ നുറുങ്ങിയിരിക്കുക വാസ്തവത്തിൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? അതായത് ദൈവമക്കളായ നമ്മൾ തകർന്നിരിക്കുക അല്ലെങ്കിൽ നുറുങ്ങിയിരിക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് ഈ വാക്യം വായിക്കുമ്പോൾ ദൈവം നമ്മുടെ പുറമേയുള്ള ഒരു ജീവിതമല്ല, ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് പരിശോധിക്കുന്നതെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ തകർച്ച? അപ്പോൾ തകർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവവചനത്തിലെ പല വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് തകർച്ച എന്നുള്ളത് നമുക്ക് ദൈവത്തിലുള്ള സമ്പൂർണമായ ഒരു സമർപ്പണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് തകർച്ച അല്ലെങ്കിൽ തകർക്കപ്പെട്ട എന്നുള്ള ആ വാക്ക് ദൈവത്തിലുള്ള നമ്മുടെ സമ്പൂർണമായ സമർപ്പണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് തകർച്ച എന്നുള്ളത്. അതായത് നമ്മൾ തകർച്ച എന്ന് പറയുമ്പോൾ ശരിക്ക് എനിക്ക് അല്ല നമുക്ക് നമ്മിൽ ഒരു അവകാശവും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആ സമ്പൂർണമായ ആ സമർപ്പണം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നടക്കപ്പെടുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് സമർപ്പണം എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റു സമർപ്പണത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ് നമ്മൾ ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളത്.
അപ്പോൾ തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9:23 നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ ഈ സമർപ്പണത്തിന് സൂചിപ്പിക്കുന്ന വാക്കാണ്, അല്ലെങ്കിൽ ഈ തകർച്ച എന്നുള്ള വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് നിഷേധിക്കുക എന്നത്. നമ്മൾ നമ്മെ തന്നെ നിഷേധിക്കുക എന്നുള്ള ആ വാക്ക്. അപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മളെ വിശുദ്ധത്തോടുള്ള ബന്ധത്തിൽ പറയുന്നൊരു വാക്കാണ് ത്യജിക്കുക എന്നുള്ളത്. അപ്പം നമ്മെ തന്നെ ത്യജിച്ചാലേ നമുക്ക് ദൈവത്തിൻ്റെ ഒരു കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനായിട്ടിരിക്കാൻ സാധിക്കൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9:23 പറയുന്നൊരു ഒരു വാക്കാണ് തന്നെത്താൻ നിഷേധിക്കുക എന്നുള്ളത്. അപ്പം നിഷേധിക്കുക എന്ന് പറയുന്നത് എപ്രകാരമാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് നിഷേധിക്കേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട്. അത് നാൾ തോറും നമ്മളെ തന്നെ നിഷേധിച്ച് നമ്മൾ കർത്താവിനായിട്ട് ജീവിക്കണമെന്ന്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെപ്പറ്റി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ എപ്പോഴാണ് നമ്മളെ തന്നെ നിഷേധിച്ചത്? അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ തന്നെ വാസ്തവത്തിൽ നിഷേധിച്ച ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ സമയമാണ്. നമ്മൾ ഒന്നുമല്ല എന്നുള്ളതും നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു. നമ്മൾ പല മതവിഭാഗത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്കൊക്കെ വന്നത്. അപ്പം നമുക്ക് ഓരോ മതത്തിനും അവരുടേതായ കർമ്മങ്ങൾ, ആചാരങ്ങൾ, പ്രത്യേകിച്ച് RC ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നവർക്കൊക്കെ അറിയാം. നമ്മൾ പല കൂദാശകളുമൊക്കെ നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായിട്ടൊക്കെ നമുക്ക് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ വാസ്തവത്തിൽ നമുക്ക് ആ രക്ഷയുടെ സുവിശേഷം കേട്ടപ്പോൾ അപ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ മനസ്സിലായത്, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ കൊണ്ടോ നമ്മൾ ചെയ്ത മതകർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്നും ഒരിക്കലും സ്വർഗത്തിലെ ദൈവം വിടുവിക്കുന്നില്ല. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ദൈവം വെച്ചിരുന്നത് കാൽവരിയിൽ തകർക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. ദൈവം പാപത്തിൻ്റെ പരിഹാരാർത്ഥം നമുക്ക് വച്ചിരിക്കുന്ന വഴിയെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ആ പാപപരിഹാര ബലിയാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യം ലഭിച്ചപ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ദൈവം മുമ്പാകെ, ദൈവമേ, ഞാൻ ഇതുവരെയും ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ, എൻ്റെ പ്രവൃത്തികളൊക്കെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപുരണ്ട തുണി പോലെയാണ് എന്നും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറും 0 ആണെന്നും നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആ സമയം, അതായത് അപ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ആ യഥാർത്ഥമായ തകർച്ച നമ്മിൽ ആരംഭിച്ച ദിവസം. നമ്മൾ ഓരോരുത്തരും യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ ദിവസമാണ് വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് ഒരു തകർക്കപ്പെടൽ, ഞാൻ ഒന്നുമല്ല എന്ന ദൈവസന്നിധിയിൽ നമ്മൾ സമ്മതിച്ചത്. അപ്പം നമുക്കും നമ്മുടെ ഈ നിൽക്കുന്ന നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ ഒന്നുമല്ല, ഞാൻ വെറും ദൈവസന്നിധി വെറും 0 ഞാൻ വെറും ശൂന്യമാണ് എന്ന ആ തകർച്ചയുടെ അനുഭവം ഉള്ളവരായിരിക്കും എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ആ തകർച്ചയുടെ അങ്ങനെയുള്ള ഒരവസ്ഥ ആർക്കെങ്കിലും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ എല്ലാവരും അവരവരുടെ ഹൃദയങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതോടൊപ്പം നമുക്കറിയാം 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നുവെന്ന്. അപ്പം അതിനോടനുബന്ധിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഈ തകർക്കപ്പെടൽ സംഭവിച്ച വ്യക്തികളാണ് വാസ്തവത്തിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുവാനായിട്ട് ഇടയായത് എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമുക്കറിയാം, നമുക്ക് ആ ഫസ്റ്റ് തകർക്കപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകുവാനായിട്ടുള്ള കാരണം അത് നമ്മൾ ആരുമല്ല, ദൈവമാണ് ഇങ്ങോട്ട് വന്ന് ഈ തകർച്ച അനുഭവം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ദൈവമാണ് നമ്മളിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ തകർച്ചയുടെ അനുഭവം നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ, ഈ തകർച്ചയുടെ അനുഭവം ഏറ്റവും ഉണ്ടായ ഒരു വ്യക്തിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ ഈ കർത്താവ് തന്നെ വിളിച്ചപ്പോൾ, ആ ദിവ്യ ദർശനം തനിക്ക് ലഭിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തന്നെ കർത്താവ് ആ രീതിയിൽ തന്നെ തകർത്തതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആ ബോധ്യത്തിൽ നിന്ന് തനിക്ക് വലിയൊരു തകർച്ച, ദൈവസന്നിധിയിൽ താൻ 0 താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് മുടിക്കുന്ന ഒരാളായിരുന്നു. അത് വാസ്തവത്തിൽ ക്രിസ്തുവിനെ തന്നെയാണ് വേദനിപ്പിച്ചതെന്ന് മനസ്സിലാക്കി
പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ മുമ്പ് കർത്താവിനോട് പറയുന്നുണ്ട്, താൻ പ്രത്യക്ഷപ്പെട്ട കർത്താവെ നീ ആരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ ആ വ്യക്തമായ തകർച്ച സംഭവിക്കുകയും അതിനെ തുടർന്ന് തൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ 1:21 പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണെന്ന്. അപ്പോൾ അത്രത്തോളം ഉള്ളിലെ തകർക്കപ്പെട്ടതായ ഒരു അവസ്ഥയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ നീങ്ങിയപ്പോഴാണ് പൗലോസ് അപ്പോസ്തലന് ഈ ബോധ്യം തൻ്റെ ജീവിതത്തിൽ വന്നത്, എനിക്കിനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എനിക്ക് മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്ന്. അപ്പം നമ്മൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്, യോഹന്നാൻ സ്നാപകൻ പറയുന്ന കാര്യം അവനോ വളരണം ഞാനോ കുറയണമെന്നാണ്. അപ്പം ഞാൻ അടുത്തതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള തകർക്കപ്പെട്ട ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, തകർച്ചയുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കടത്തിവിട്ടിട്ടാണ് ദൈവം നമ്മുടെ സ്വഭാവം ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമാം വിധം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം നമുക്ക് ആ പോയിന്റുകളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ പഴയ സ്വഭാവത്തിന് വ്യത്യാസം വരാതെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുകയില്ല. മാത്രമല്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെക്കൊണ്ട് ഒരു പ്രയോജനം ലഭിക്കുകയില്ല. മാത്രമല്ല നാം നമ്മുടെ സ്വയം പര്യാപ്തതയിൽ നിന്ന് വിടുവിക്കപ്പെടുകയും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വേണം. തകർച്ച അനുഭവിച്ച ഒരു വ്യക്തിയുടെ ഉത്തമമായ ഉദാഹരണമാണ് മോശ. ശരിക്കും മോശയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ശരിക്കും ഒരു തകർക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തീർന്ന ഒരു വ്യക്തിയാണ് മോശയ്ക്ക് ഒരു വലിയ തകർച്ചയുടെ അനുഭവത്തിലേക്ക് മോശ കടന്നു പോയില്ലായിരുന്നെങ്കിൽ മോശയെ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ മോശയുടെ ജീവിതത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ അതുപോലെ പല പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മോശ വാസ്തവത്തിൽ ഒരു ഫറവോൻ്റെ പുത്രിയുടെ മകളായിട്ട് അതിന് തക്കോണം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ എല്ലാവിധ വിദ്യാഭ്യാസത്തോടും കൂടെ എല്ലാ രീതിയിലും ഭക്ഷണ രീതിയിലും എല്ലാത്തിലും വളരെ ഒരു രാജകുമാരിയുടെ മകൻ എന്ന നിലയിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിച്ച് നല്ല ഒരു അഭിമാനമുള്ള നല്ല അധികാരമുള്ള നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ടാണ് താൻ ഫറവോൻ്റെ കൊട്ടാരത്തിൽ താൻ ജീവിച്ചതെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശയുടെ സ്വന്തം ശക്തിയാൽ ഒരു ഇസ്രായേൽ ജാതിയിൽപ്പെട്ട ഒരാളെ വിടുവിക്കാനായിട്ട് ശ്രമിക്കുകയും അത് അവസാനം കൊലപാതകത്തിലേക്ക് തന്നെ നയിക്കുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, താൻ ഫറവോൻ്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഫറവോൻ ഇതറിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാകുമെന്ന് കണ്ട് താൻ അവിടെ നിന്നും ഫറവോൻ്റെ ക്രോധത്തിൽ നിന്നും ഓടിപ്പോകാനായിട്ട് താൻ നിർബന്ധിതനായി താൻ വരണ്ടതും തരിശായതുമായ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന മിദ്യാൻ ദേശത്ത് എത്തിച്ചേർന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തകർച്ച വരുത്തുവാനും ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് നയിക്കുവാനും ദൈവം അവനെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. തുടർന്ന് നമ്മൾ കാണുന്ന കാര്യം 40 വർഷം അങ്ങനെ താൻ മിദ്യാന്യ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അതിനുശേഷം പിന്നെ 40 വർഷത്തോളം ആ മിദ്യാന്യ മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം മുൾപ്പടർപ്പിൽ ആ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായപ്പോൾ മോശ ദൈവത്തോട് പറയുന്ന വാക്യം നമുക്ക് പുറപ്പാട് പുസ്തകം 3:11 പറയുന്നുണ്ട്. അപ്പം അത് ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ആ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനോട് അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് പറയുന്ന സന്ദർഭമാണ്. ആ സമയത്ത് മോശയ്ക്ക് വന്ന മാറ്റം അല്ലെങ്കിൽ മോശയ്ക്ക് തൻ്റെ ജീവിതത്തിൽ വന്നതായി ആ തകർക്കപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ തൻ്റെ ജീവിതം തന്നെ സമൂലം ഒരു രൂപാന്തരം സംഭവിച്ചായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 3:11 മോശ പറയുന്നുണ്ട്, ഞാൻ ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? പിന്നെ മോശ പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കാൻ വലിയ കഴിവൊന്നും ഉള്ളവനല്ല, ഞാൻ വിക്കനാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പം വാസ്തവത്തിൽ കാണുന്ന കാര്യം, പണ്ട് ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ താൻ ഭയങ്കര ഒരു ആത്മവിശ്വാസമുള്ള, ഒരു ആത്മധൈര്യമുള്ള, എന്തും ചെയ്യുവാനായിട്ട് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പുറപ്പാട് പുസ്തകം 3:11 നമ്മൾ കാണുമ്പോൾ കാണുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, മോശയ്ക്ക് സമൂലം മാറ്റം വന്നിട്ട് തൻ്റെ ഉള്ളതായ ആ കഴിവുകൾ വെറും സീറോയാണ്. താൻ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ ജനത്തെ, ഈ ഇസ്രായേൽ ജനത്തെ തനിക്ക് ഭരിക്കുവാനായിട്ട്, തനിക്ക് നയിപ്പാനായിട്ട് കഴിയുള്ളൂ എന്ന് ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കുന്ന, ഏറ്റുപറയുന്ന ഒരു മോശയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോശയെ പറ്റി പറയുമ്പോൾ, ആ മോശയും ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു മിദ്യാന്യ ആ മരുഭൂമിയിലെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ മോശ നല്ല ഒരു സൗമ്യനായ, മോശയെപ്പറ്റി പറയുന്നുള്ള അതിസൗമ്യനായ വ്യക്തിയായിരുന്നു എന്ന്. അപ്പം മോശയെ അങ്ങനെ അപ്രകാരം ഒരു സൗമ്യനായ ഒരു വ്യക്തിയായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ആ 40 വർഷം മരുഭൂമിയിലെ ദൈവം തനിക്ക് ആ ട്രെയിനിങ് കൊടുത്തത്. അപ്പം അതുകൊണ്ടാണ് ആ നല്ല ഒരു സൗമ്യതയുള്ള ഒരു സ്വഭാവമായിട്ട് താൻ തീർന്നതിന് ശേഷമാണ് ഏകദേശം പുരുഷന്മാരും സ്ത്രീകളും മക്കളും അടക്കം ഏകദേശം 10-25 ലക്ഷം ആളുകളെ, അത്രയുമുള്ള ഇസ്രായേൽ ജനങ്ങളെ തനിക്ക് ആ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം തന്നെ ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു വാക്യം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്തം 16:9 മുതൽ. അപ്പം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അവിടെയും നമ്മുടെ ജീവിതത്തിൽ തകർച്ച ആവശ്യമായിരിക്കേണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് അവിടെ പറയുന്നു. അവിടെ ഈ 2 ദിനവൃത്താന്തം 16:9 പറയുന്നു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ദൈവം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തെങ്കിൽ ഏകാഗ്രതയോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുടെ മേലാണ് ദൈവത്തിൻ്റെ നോട്ടം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിൽ ഒരു ഏകാഗ്രതയോടെ ഇരിക്കണമെങ്കിൽ നമുക്ക് ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ആ തകർച്ചയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ തകർക്കപ്പെട്ടതായ ജീവിതാനുഭവങ്ങളിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ ഏകാഗ്രതയോടുകൂടി നമുക്ക് ദൈവത്തിൽ ശ്രദ്ധ വെച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ 2 കൊരിന്ത്യർ 11:3 പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു പ്രസ്താവനയാണ്, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് താൻ ഭയപ്പെടുന്നു എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ദൈവം എപ്പോഴും നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. നമ്മൾ നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ചാൽ ദൈവപ്രസാദപ്രകാരമുള്ള ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പകരം നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവപ്രസാദമുള്ള, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു മക്കളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ 3-ാമത്തെ പോയിൻ്റായിട്ടിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, യെശയ്യാവ് 57:15 പറയുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്താവുമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയമുള്ളവരോട് കൂടെ വസിക്കുന്നു. അപ്പം ദൈവം വസിക്കുന്നത് മനോവിനയമുള്ളവരോട് കൂടിയാണ്, അല്ലെങ്കിൽ താഴ്മയുള്ളവരോട് കൂടിയാണ്, അല്ലെങ്കിൽ തകർക്കപ്പെട്ട ജീവിതം നയിക്കുന്നവരോട് കൂടെയാണ് ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ ദൈവം വസിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തകർച്ചയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികളിലൂടെയാണ് എന്ന് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് തകർക്കപ്പെട്ട ജീവിതം ആവശ്യമാണെന്ന് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, 2 ദിനവൃത്താന്തം 26:16 മുതൽ 23 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ രാജാവായ ഉസ്യാവിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഉസ്യാമിൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ ആരംഭത്തിൽ വായിക്കുമ്പോൾ കാണുന്നത്, താൻ ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിൽ താൻ ബലവാനായിട്ട് തീർന്നപ്പോൾ തൻ്റെ ഹൃദയത്തിൽ നിഗളം എന്നുള്ള ആ പാപം വരികയും തൻ്റെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിച്ച് സ്വയം കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചതിൻ്റെ ഫലമായിട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി തീർന്ന്
ഒരു കുഷ്ഠരോഗിയായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം വാസ്തവത്തിൽ നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുന്ന കാര്യമാണ്, പുരോഹിതന്മാരാണ് വാസ്തവത്തിൽ ആ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാനായിട്ട് യഹോവ ദേവാലയത്തിൽ അവകാശം കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഉസ്യാവ് താൻ ബലവാനായപ്പോൾ താൻ ആ പുരോഹിതന്മാർ പറഞ്ഞത് സിഗ്നൽ കൊടുത്തത് അത് പുരോഹിതന്മാർക്ക് മാത്രമേ ആ ധൂപപീഠത്തിന്മേൽ ധൂപം കത്തിക്കുവാനുള്ള അവകാശമുള്ളൂ എന്ന് ആ 70 പുരോഹിതന്മാരെ അവരോട് ഉസ്യാവിനോട് പ്രത്യേകം പറഞ്ഞു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ നിഗളം വന്നിട്ട് സ്വയം കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചതിന് ഫലമായിട്ട് താൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുന്നതിന് ഫലമായിട്ട് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് താൻ കുഷ്ഠരോഗിയായിട്ട് തീരുകയും, പിന്നെ കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകൾ നമുക്കറിയാം അവർ പാളയത്തിന് പുറത്ത് പോകേണ്ടതാണ്. പിന്നെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം, അജീവനാന്തം പിന്നെ ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അവന് കഴിഞ്ഞില്ല. അപ്പം അതിനകത്ത് നമുക്ക് ഉസ്യാവിന് കഴിഞ്ഞില്ല. അപ്പം കാരണം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, തൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചയില്ലാതെ അല്ലെങ്കിൽ സ്വയം ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്നതിന് പകരമായിട്ട് താൻ സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചു. തൻ്റെ ഹൃദയത്തിൽ നിഗളം വന്നതുകൊണ്ട് തനിക്ക് ആ ദേവാലയത്തിൽ തനിക്ക് അനുഭവിക്കാമായിരുന്ന എല്ലാ സന്തോഷങ്ങളും അതുപോലെ തന്നെ ദൈവത്തോടുള്ള കൂട്ടായ്മയും താൻ അനുഭവിക്കാതെ താൻ ആ പാളയത്തിന് പുറത്ത് പോകാനായിട്ട് ഇടയായി താൻ അവസാനം കുഷ്ഠരോഗിയായിട്ട് മരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് തകർക്കപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേദഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അത് സ്വയകേന്ദ്രീകൃതമായ ജീവിതമല്ല, ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് തകർക്കപ്പെട്ട ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതരുടെ കാര്യം. പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ എപ്പോഴും യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരായ ശിഷ്യന്മാരും അതുപോലെ തന്നെ മറ്റു വ്യക്തികളെയൊക്കെ ജീവിതങ്ങളെയൊക്കെയും പരിശോധിക്കുമ്പോൾ അവരൊത്തിരി തകർച്ചയുടെ അനുഭവത്തിലൂടെ, ഇല്ലായ്മയുടെ അനുഭവത്തിലൂടെ ഒക്കെയും കടന്നു വന്ന ആളുകളാണ്. അപ്പം മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിലൊക്കെ നമ്മൾ 11-23 നമ്മൾ വായിക്കുന്നത് കർത്താവ് തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ആളുകൾ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് താൻ ക്ഷണിച്ച ആളുകളെ പറ്റി നമ്മൾ കാണുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണ് കർത്താവ് ജീവിതത്തിലേക്ക്, കർത്താവിൻ്റെ അടുക്കലേക്ക് അവരെ, അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ക്ഷണിച്ചത്. അവരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഹൃദയം പാപഭാരത്താൽ നുറുങ്ങിയവരും ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരും തകർന്ന വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർ സൗഖ്യം പ്രാപിച്ചവരും അതുപോലെ തന്നെ പാപികളും ചുങ്കക്കാരും അതുപോലെ തന്നെ തന്നെത്താനെ അവർക്ക് പ്രശംസിപ്പാൻ തക്കവോതും അവർക്ക് ഇല്ലാത്തവരും ഒക്കെ ആയിരുന്നു കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ സ്നേഹിതരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിനെ പറ്റി തന്നെ പറയുന്നുണ്ടല്ലോ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നൊക്കെ കർത്താവിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പം കർത്താവിൻ്റെ കൂടെ എപ്പോഴും കർത്താവിനെ അനുഭവിച്ചവർ, കർത്താവിനെ സ്നേഹിച്ചവരൊക്കെയും തകർക്കപ്പെട്ട അവസ്ഥയിലൂടെ, തകർക്കപ്പെട്ട നുറുങ്ങിയ ഹൃദയത്തോടുകൂടി കർത്താവിനെ സമീപിച്ചവരായിരുന്നു കർത്താവിൻ്റെ സ്നേഹിതന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. അവർ കർത്താവിനെ അവരൊക്കെയാണ് വാസ്തവത്തിൽ കർത്താവിനെ അനുഗമിച്ചിരുന്നത്. അവർക്കാണ് വാസ്തവത്തിൽ ആഴത്തിലുള്ള ഒരു രൂപാന്തരം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊരിക്കലും പിന്നീട് ആ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോവുകയോ ഒന്നും അവർ ചെയ്തില്ല. അവർ ദൈവത്തിനോടുള്ള സ്നേഹത്താൽ, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് കർത്താവിൻ്റെ മരണം വരെയല്ല, കർത്താവിനെ പിന്നെ തങ്ങളുടെ ജീവിതത്തിൽ നാഥനായിട്ട് അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പാപിയായ മഗ്ദലക്കാരത്തി സ്ത്രീയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോലെ സഹോദരി ഭവനത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അങ്ങനെയുള്ള പ്രയാസങ്ങളും ഒക്കെ ഉള്ള സഹോദരി ആയിരുന്നുവെങ്കിലും തൻ്റെ പാപങ്ങൾ കർത്താവ് മോഹിച്ചു കഴിഞ്ഞപ്പോൾ കുരിശുമരണത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ താനെ അടക്കപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസവും കർത്താവിൻ്റെ കല്ലറയ്ക്ക് പോവുകയും കർത്താവ് ആദ്യം ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടതുമൊക്കെ മഗ്ദലക്കാരത്തിക്ക് മറിയയ്ക്കായിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും.
അപ്പം ഒരു സഹോദരിമാർക്ക് കഴിയുന്ന സഹോദരിമാരായി നമുക്കും എല്ലാവിധ ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിനോടൊപ്പം നമുക്ക് കഴിയുവാനായിട്ട് കഴിയും. കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുവാൻ, കർത്താവിനെ ശുശ്രൂഷിപ്പാൻ, ദൈവജനത്തെ ശുശ്രൂഷിപ്പാനായിട്ട് നമുക്ക് കഴിയുമെന്ന് നമുക്ക് ഈ വേദഭാഗത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ അടുത്തതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് തകർച്ചയുള്ള ജീവിതം അല്ലെങ്കിൽ തകർക്കപ്പെട്ട ജീവിതം നമുക്ക് ലഭ്യമാകുന്നത് എന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കറിയാം, തകർച്ചയുള്ള അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് ലഭ്യമാകുന്നത് ദൈവവചനത്തിൻ്റെ കേൾവിയാലാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് വാസ്തവത്തിൽ നമ്മളൊക്കെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് ദൈവവചനം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായതുകൊണ്ട്. അന്ന് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ദൈവവചനം വായിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പൊതുവേ സാധാരണ ആളുകൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടല്ല നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. ദൈവദാസന്മാർ, ദൈവമക്കൾ സത്യത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടാണ് അത് നമ്മൾ വിശ്വാസയോഗ്യമായിട്ട് പരിണമിക്കാൻ നമുക്ക് ഇടയായത്. അതുപോലെ തന്നെ നമുക്കും ഒരു ജീവിതത്തിൽ നമ്മളൊരു തകർച്ചയുള്ള ജീവിതം നയിക്കണം, അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണം, അല്ലെങ്കിൽ ദൈവപ്രസാദപരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ആ പ്രേരണ, ആ പ്രോത്സാഹനം നമുക്ക് ലഭിക്കുന്നത്, അനുദിനം അതിൽ വളരുവാനായിട്ട് നമുക്ക് കഴിയുന്നത് ദൈവവചനം നമുക്ക് ധാരാളമായിട്ട് കേൾക്കുവാൻ ദൈവവചനം നമ്മൾ ധാരാളമായിട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നത്. ഈ ക്യാമ്പുകളിലൂടെയും അതുപോലെ തന്നെ ബൈബിൾ ക്ലാസ്സിലൂടെയും ഒക്കെയും നമുക്ക് ഇതിനുള്ള ധാരാളം അവസരങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ദൈവമക്കൾക്ക് ദൈവം ധാരാളം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവവചനം കേൾക്കുവാനായിട്ട് എത്രയെല്ലാം അവസരങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നുവോ അതൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ എത്രത്തോളം ദൈവത്തിൽ നിന്നും അകലെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എത്രത്തോളം ദൂരെയാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പം ദൈവം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ ദൈവം നമ്മൾ ധാരാളമായിട്ട് കേൾക്കുവാനായിട്ട് അവസരങ്ങൾ നമുക്ക് നൽകുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആ ഭക്തിയും ആ തകർച്ചയുടെ അനുഭവത്തിൽ തന്നെ നമ്മൾ ജീവിക്കാൻ തക്കവണ്ണം ആണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവവചനം ധാരാളം കേൾക്കുവാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകുന്നത്. പിന്നെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നു. നമുക്ക് എത്രത്തോളം കുറവുള്ളതാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നും ആ വായിക്കുന്ന കേൾക്കുന്ന വേദഭാഗത്തോട് നമ്മൾ എത്രത്തോളം കൂറ് പുലർത്തിയുള്ള ഒരു വിശ്വാസമാണ്, ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് അത് ഇടയാകുന്നു. പിന്നെ നമുക്ക് തകർക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട്, നമ്മളെ തന്നെ ത്യജിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പ്രേരണ ലഭിക്കുന്നത് സഭാ ജീവിതത്തിലൂടെയാണ്. അപ്പം നമ്മൾ സഭയിലൊക്കെയും നമ്മൾ കടന്നു പോകുമ്പോൾ സഭയിലൊക്കെയും അനേകം ദൈവവചന ചിന്തകൾ, ദൈവവചന ശുശ്രൂഷകൾ ഒക്കെയും നമ്മൾ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് സഭയിലൂടെയും നമ്മുടെ ജീവിതം എത്രത്തോളം കുറവുകൾ ഉള്ളതാണ് എന്ന് നമുക്ക് സഭയിലുള്ള ആ വചന ശുശ്രൂഷയിലൂടെ, ആ പ്രബോധനത്തിലൂടെയൊക്കെയും നമുക്ക് ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് സഭയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, സഭയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തെറ്റുകളും കുറവുകളും ഒക്കെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ തിരുത്തുന്ന ഒരു സ്ഥലമാണ് സഭ. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ പല പാപ സ്വഭാവങ്ങളൊക്കെയുണ്ട്, പല പാപരോഗങ്ങളൊക്കെയുണ്ട്. ആ രോഗത്തിന് യഥാർത്ഥമായ പരിഹാരം എന്ത് എന്നുള്ള ആ പരിഹാരം നമുക്ക് പരിഹാരം മനസ്സിലാക്കി തരുന്ന ഒരു സ്ഥലമാണ് സഭ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സഭയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ സഭായോഗത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവവചന ശുശ്രൂഷയിലൂടെ നമ്മളെയൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് സഭ.
അപ്പം നമ്മൾ ദൈവവചന സഭയുടെ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കൂടുതൽ കൂടുമ്പോൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മൾ കൂടുതൽ ഒരുങ്ങുവാനായിട്ട് ആ ശുശ്രൂഷകളിലൂടെ ഒക്കെയും നമുക്ക് ഇടയാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് സഭയിൽ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ സ്വർഗ്ഗദേശത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവവചന കേൾവിയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നൽകപ്പെട്ട ജീവിതം നമ്മൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി വചന വായന, പഠനം, പ്രാർത്ഥന, ക്വയറ്റ് ടൈം, അവയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ, നമ്മളത് ഡെയിലി ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ പലപ്പോഴും നമുക്ക് ഈ ദൈവവചന വായനയൊക്കെ നമ്മൾ മിക്കപ്പോഴും ഒറ്റയ്ക്കൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഏകാഗ്രതയൊക്കെ പോകും. അപ്പോൾ നമ്മൾ പല സഹോദരിമാർ കൂടിയിട്ട് നമ്മൾ ഓൺലൈൻ പ്രാർത്ഥനാ മീറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഭവനത്തിലുള്ളവരൊന്നും പലപ്പോഴും അറിയുന്നില്ല. അപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ട് നമ്മളെ വിളിക്കും, അല്ലെ അപ്പം നമുക്ക് ഏകാഗ്രത പോവും. പിന്നെ നമ്മൾ അത് ഒന്നെങ്കിൽ അവരോട് കാരണം പറയേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥന നിർത്തി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ അവർ പറയുന്ന ആ കാര്യങ്ങളെല്ലാം അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെടും. പക്ഷേ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് പലപ്പോഴും നമ്മൾ ഒരു റൂമിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മൾ പ്രാർത്ഥനയുള്ള സമയമാണ് എന്നറിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതായ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തകർക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അതായത് ദൈവവചന കേൾവിയിലൂടെ സഭാ ജീവിതത്തിലൂടെ, പിന്നെ വ്യക്തിപരമായ വചന വായനയിലൂടെയും പഠനത്തിലൂടെ, പിന്നെ നമ്മളെ തകർക്കപ്പെട്ട അനുഭവമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് കഷ്ടതയിലൂടെ ദൈവം നമ്മളെ കടത്തി വിട്ടിട്ട് നമ്മൾ തകർച്ചയുള്ള ഒരു തകർക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നുവെന്ന് നമുക്ക് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടു, പിന്നെ സോരി പറഞ്ഞു, കർത്താവിൻ്റെ കയ്യിലുള്ള നമ്മൾ ഒരു കളിമണ്ണ് പാത്രം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ കർത്താവ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നു. അപ്പം നമുക്കതിൽ ആ കർത്താവ് നമ്മളെ കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ, അല്ലെങ്കിൽ കുശവൻ്റെ കയ്യിൽ ഒരു കളിമണ്ണ് കടന്നുപോയി നല്ലൊരു പാത്രമായിട്ട് തീരുന്നത് പോലെ കർത്താവും നമ്മുടെ ജീവിതങ്ങളെ ആ കഷ്ടതയിലൂടെ കടത്തി വിടുമ്പോൾ നമ്മൾ യജമാനെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു മാനപാത്രമായിട്ട് തീരുവാനായിട്ട് ഇടയാകുമെന്ന് നമ്മൾ പ്രിയ സഹോദരിയോടെ കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പം നമ്മൾ ഈ യെശയ്യാവിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കഷ്ടതയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ തകർക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് തീരുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ചില മുഖാന്തരങ്ങളെയൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 28:33. അവിടെ 28:33 വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കഷ്ടതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവത്തിനും നമുക്കും ഇടയിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവബന്ധത്തിൽ നിന്ന് നമ്മൾ ദൈവത്തോട് അടുക്കാതിരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേർന്ന, അല്ലെങ്കിൽ ഹൃദയത്തിൽ ദൈവത്തിനും നമുക്കും ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപമാകുന്ന കട്ടകളെ ഉടയ്ക്കുവാനായിട്ടാണ് ദൈവം കഷ്ടതകളെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഈ ജീരകത്തിൻ്റെയും കരിഞ്ജീരകത്തിൻ്റെയും ഗോതമ്പിൻ്റെയും കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഓരോ തരം കൃഷികൾക്കും അല്ലെങ്കിൽ വിളകൾക്കും അതിനെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം പല രീതിയിലുള്ള മുഖാന്തരമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം കരിഞ്ജീരകം, ജീരകം മുതലായവയൊക്കെ ശുദ്ധീകരിക്കും
ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം, അല്ലെങ്കിൽ അവയെ വേർതിരിക്കുവാനായിട്ട് ദൈവം കോല് ഉപയോഗിക്കുമ്പോൾ ആ ഗോതമ്പിനെ വിട്ട് മെതിവണ്ടി ഉപയോഗിച്ചാണ് ദൈവം ചെയ്യുന്നതെന്ന് നമുക്ക്, അല്ലെങ്കിൽ കൃഷിക്കാരൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളെ പാപ സ്വഭാവങ്ങളാണ് ഉള്ളത്. അപ്പം എല്ലാ പാപങ്ങളും ദൈവം ഒരേ രീതിയിലൂടെയല്ല ദൈവം അത് കൈകാര്യം ചെയ്യുന്നത്. ഓരോ പാപത്തിനും അതിൻ്റേതായ ശുദ്ധീകരണ പ്രക്രിയയാണ് ദൈവം നടത്തുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ ദൈവവചനത്തിലുള്ള അനേക ഭക്തന്മാരുടെ ജീവിതവുമായിട്ട് ഈ കഷ്ടങ്ങളിലൂടെ അവരെ കടത്തി വിട്ടിട്ട് അവർ ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് തീർക്കുവാനായിട്ട് ദൈവം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അതുപോലെ ഇയ്യോബിൻ്റെ ഒക്കെയും ജീവിതത്തിൽ ദൈവം പല കഷ്ടങ്ങൾ അയച്ച് അവരെ ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് മാറ്റിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇയ്യോബിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇയ്യോബ് വളരെ ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്തുകൊണ്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ പരീക്ഷകളിലൂടെ ദൈവം കടത്തിവിട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം ആ പുറമേയുള്ള കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ ഉള്ളിലുള്ള തൻ്റെ ആ ദൈവബന്ധത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം ഇയ്യോബിനെ ആ പരിശോധനയുടെ കഷ്ടങ്ങളിലൂടെ കടത്തി വിടുമ്പോൾ ഇയ്യോബ് ലാസ്റ്റ് പറയുന്നുള്ള, ഞാൻ ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് ദൈവത്തെ വാസ്തവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇയ്യോബ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ യാക്കോബിനെ ദൈവം പരീക്ഷകളിലൂടെ കടത്തിവിട്ടു, പരിശോധനയിലൂടെ കടത്തിവിട്ടു. പ്രത്യേകിച്ച് നമ്മൾ ഇസ്ഹാക്കിൻ്റെയും റെബേക്കയുടെയും ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഏശാവും യാക്കോവും തമ്മിൽ അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി. അപ്പം ജ്യേഷ്ഠാവകാശം ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടിയിട്ട് ഏശാവ് വിറ്റ് കളഞ്ഞു. യാക്കോബ് ഇസ്ഹാക്കിൽ നിന്നും അനുഗ്രഹം ലഭിക്കാനായിട്ട് യാക്കോബ് തെറ്റായ വഴിയാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പം അവസാനം ഏശാവും യാക്കോവും ഭവനത്തിലെ പ്രശ്നമായിട്ട് റെബേക്ക യാക്കോവിൻ്റെ പ്രാണരക്ഷാർത്ഥം യാക്കോവിനെ പദ്ദൻഅരാമിലേക്ക് അയക്കുകയും അവിടെ ലാബാൻ്റെ കീഴിൽ ഏകദേശം 20 വർഷത്തോളം യാക്കോബിൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തിനായിട്ട് ദൈവം ഉപയോഗിച്ചെന്നുള്ളൂ. യാക്കോബ് തിരിച്ച് തൻ്റെ ഭാര്യമാരും മക്കളുമായി തിരിച്ചു വരുമ്പോൾ പെനുയേലിൽ വെച്ചിട്ട് താൻ ദൈവത്തിൻ്റെ ജീവിതത്തിനോട് മല്ല് പിടിച്ച് ദൈവത്തിൻ്റെ ദൂതനോട് പറയുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ശരിയായ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ്, യഥാർത്ഥമായ അനുഗ്രഹം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് ബോധ്യമാകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം യാക്കോബിനെ ആ പദ്ദൻഅരാമിലേക്ക് 20 വർഷത്തേക്ക് ട്രെയിനിങ്ങിനായിട്ട് വിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ യോനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ യോനയും ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടത്തിലൂടെ കടന്നുപോയി. പക്ഷേ യോന കഷ്ടത്തിലേക്ക് പോയ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാത്തതുകൊണ്ടാണ്. ആ അനുസരണക്കേട് നിമിത്തമാണ് താൻ ജീവിതത്തിൽ വാസ്തവത്തിൽ അത് താൻ ക്ഷണിച്ചു വരുത്തിയ ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചായിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള അപകടം വരികയില്ലായിരുന്നു, താൻ കടലിൽ എറിയപ്പെടുകയില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. അപ്പം ആ യോനയുടെ ശുദ്ധീകരണത്തിനായിട്ടാണ്, അല്ലെങ്കിൽ യോനയ്ക്ക് ഒരു ജീവിതം യോനയിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവഗതം പൂർണ്ണമായും നിർവഹിക്കാനുമായിട്ടാണ് യോനയ്ക്ക് ദൈവം അപ്രകാരമുള്ള ഒരു കഷ്ടത യോനയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവം അനുവദിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ജോസഫ് തൻ്റെ ബാല്യത്തിൽ താൻ എന്ത് സ്വപ്നം കണ്ടാലും ഭവനത്തിലുള്ള തൻ്റെ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു കൊടുക്കുകയും ആ നിലയിലെ ജ്യേഷ്ഠന്മാർ ജോസഫിനോട് വിരോധം വരികയും അവസാനം ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും പിന്നെ ലാസ്റ്റ് പൊത്തിഫർ എന്ന് പറഞ്ഞ ആ കച്ചവടക്കാരനെ വിളിക്കുകയും താൻ പിന്നെ അവിടെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ താൻ ഒരു കാര്യവിചാരകനായിട്ട് പ്രധാനപ്പെട്ട ഒരു മേലധികാരിയായിട്ട് തീരുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ജോസഫ് എല്ലാ പ്രയാസങ്ങളിലൂടെയും കടന്നു പോയപ്പോഴൊക്കെയും ജോസഫ് അത് സന്തോഷത്തോടെ സഹിച്ചു. അപ്പം ജോസഫിന് അറിയാമായിരുന്നു തന്നോടുകൂടി ദൈവം ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് താൻ ആ കഷ്ടതയിൽ കൂടി താൻ കടന്നു പോയപ്പോൾ ഒരിക്കലും ദൈവത്തിന് എതിരായിട്ട് താൻ പരാതി പറഞ്ഞതായിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ അവസാനം നമ്മൾ കാണുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ജോസഫ് തൻ്റെ ചെറുപ്പത്തിൽ തൻ്റെ സ്വപ്നങ്ങൾ എല്ലാവരോടും പെട്ടെന്ന്
അന്നെന്ന് കാണുന്ന സ്വപ്നങ്ങളൊക്കെയും പറയുന്നതായ ജോസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു തകർക്കപ്പെട്ട ജീവിതത്തിലൂടെ താൻ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് താൻ പിന്നീട് നമുക്ക് കാണുന്നത് താൻ അവസാനം വരെ തൻ്റെ സഹോദരനായി ആ ബെന്യാമിൻ തൻ്റെ അടുക്ക വരുന്നവരെ, അല്ലെങ്കിൽ തൻ്റെ പിതാവായി യാക്കോബ് തൻ്റെ അടുക്ക വരുന്നതുവരെ താൻ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് താൻ അത് സമചിത്തതയോടെ ആ കാര്യങ്ങളൊന്നും പറയാതെ വെളിപ്പെടുത്താതെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അത്രത്തോളം ആ ജോസഫിനുള്ള തൻ്റെ ജീവിതത്തിൽ ഒരു തകർക്കപ്പെട്ട അനുഭവത്തിലൂടെ വരുവാനായിട്ട്, അല്ലെങ്കിൽ ജോസഫ് ദൈവത്തിനും അതുപോലെ തന്നെ തൻ്റെ സഹോദരങ്ങൾക്കും പ്രയോജനകരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് തീരുവാനായിട്ടാണ് അങ്ങനെയുള്ള തകർക്കുന്നതായ ഒരു അവസ്ഥയിലൂടെ ദൈവം ജോസഫിനെ കടത്തിവിട്ടതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിലെ എല്ലാ ദൈവഭക്തന്മാരുടെയും ജീവിതത്തിൽ ദൈവം അവരെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ എടുത്തുപയോഗിക്കുന്നതിന് മുമ്പ് ഒരു വലുതായ ഒരു ശുദ്ധീകരണ പ്രക്രിയ എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവം ഇസ്രായേൽ മക്കളെ ആ മരുഭൂമിയിലൊക്കെ നടത്തിയതിൻ്റെ പിന്നിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അവരെയും ദൈവസന്നിധിയിൽ ദൈവം അവരെ മരുഭൂമിയിലേക്കൊക്കെ കടത്തിവിട്ടതിൻ്റെ പിന്നിൽ, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലേക്ക് നടത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവം അവരെ താഴ്ത്തുക, അവരെ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ അപ്പസ്തോലനായ പൗലോസിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, പൗലോസ് അപ്പസ്തോലൻ തനിക്ക് വെളിപ്പെട്ട താൻ കണ്ട കർത്താവിനെ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസ് അപ്പസ്തോലൻ പറയുന്നുള്ളൂ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും ഈ മരിക്കുന്ന ലാഭവുമാണെന്ന്. അപ്പം പൗലോസ് അപ്പസ്തോലൻ പിന്നെ കർത്താവ് ആരാണെന്ന് അറിഞ്ഞ നാൾ മുതലേ പൗലോസ് അപ്പസ്തോലൻ കർത്താവിനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് താൻ കാണുന്നത്. താൻ പിന്നെ തനിക്കുള്ള എല്ലാ ശ്രേഷ്ഠതകളും, കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തനിക്കുണ്ടായിരുന്ന എല്ലാ ശ്രേഷ്ഠതകളും, എല്ലാ സ്വഭാവ മഹിമകളും, എല്ലാ കാര്യങ്ങളും താൻ ചവർന്നെണ്ണിയിട്ട് തൻ്റെ ജീവിതം പിന്നെ മുഴുവൻ താൻ കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജീവിതമായിട്ടാണ് നമുക്ക് പൗലോസ് അപ്പസ്തോലനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ നിലയിലൊക്കെയും കഷ്ടതകളുടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ട് ദൈവം ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമായിട്ട് തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കഷ്ടത്തെപ്പറ്റി പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട് സഹിക്കുന്ന കഷ്ടങ്ങൾ, അതിലൂടെയും നമുക്ക് നമ്മുടെ ജീവിതം തകർച്ചയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായ രീതിയിൽ ജീവിക്കാനായിട്ട് മറ്റുള്ളവർ പ്രയോജനത്തിനായിട്ട് കഷ്ടം സഹിക്കുന്നവരിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ, യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ദൈവത്താൽ പോലും കൈവിടപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ തകർക്കപ്പെട്ടവനായിട്ട് തീരുവാനായിട്ട് ഇടയായതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അപ്പസ്തോല പ്രവൃത്തി നമ്മൾ എബ്രായലേഖനം 11 അധ്യായമൊക്കെ വായിക്കുമ്പോൾ എത്രയോ ദൈവഭക്തന്മാരാണ് രക്തസാക്ഷികളായിട്ട് ചെയ്യുന്ന ആ സാക്ഷികൾ ഒരു മഹാസമൂഹത്തെപ്പറ്റി അത് പഠിക്കുമ്പോൾ, അത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമുക്കും അവരുടെ ജീവിതങ്ങളൊക്കെയും ധ്യാനിച്ച് കർത്താവിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് അവരുടെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നു. അപ്പം അവരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെയും സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ ഒക്കെയും മാറ്റി വെച്ചിട്ട് സമ്പൂർണ്ണമായിട്ട് തങ്ങളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ് അവരുടെ ജീവിതങ്ങളൊക്കെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെയും അവരവരുടെ ജീവിതത്തിലെ ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തിനും അവർക്കും ഇടയിൽ വന്നതായ ആ പാപ കട്ടകളെ ഉടച്ചു കളയുവാനായിട്ട് ദൈവം അവരുടെ ജീവിതത്തിലൊക്കെയും പല പല പരീക്ഷകളും പരിശോധനകളും ഒക്കെ കൊടുത്തു. അപ്പോൾ ആ പരീക്ഷകളെയൊക്കെ ദൈവം കൊടുത്ത ഓരോ ടെസ്റ്റുകളെയും ഓരോ ടെസ്റ്റിമണികളായിട്ട് നമുക്ക് സാക്ഷ്യത്തിനായിട്ട് ദൈവം അവരെയൊക്കെയും നിർത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കഷ്ടതകളെന്ന് പറഞ്ഞാൽ, തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് പലരുടെയും ജീവിതത്തിൽ നിന്ന് വരുന്ന കഷ്ടതകൾ കണ്ട് നമുക്കും അങ്ങനെ വരാതിരിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് കുറച്ചുകൂടി ചേർന്ന് ജീവിക്കാനായിട്ട് ഇടയാകും. അപ്പം മറ്റുള്ളവരുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കഷ്ടതകളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ഈ അവിശ്വാസികളുമായിട്ട്
പല ദൈവമക്കളുടെയും വിവാഹം നടക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് പല മക്കളൊക്കെ ഇപ്പോൾ അവിശ്വാസികളുമായിട്ട് വിവാഹമൊക്കെ നയിച്ചിട്ട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്രയോ സന്തോഷകരമായി സമാധാനമായുള്ള ഒരു കുടുംബജീവൻ നയിക്കുന്നതിന് പകരം കണ്ണുനീരും കരച്ചിലുമായിട്ട് അനേകം മക്കളുടെ ജീവിതങ്ങൾ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവർ ക്ഷണിച്ചു വരുത്തിയ കഷ്ടങ്ങളാണ്. അപ്പോൾ ഈ കഷ്ടങ്ങളൊക്കെ അവരുടെ കഷ്ടങ്ങളിൽ നിന്നൊക്കെയും മറ്റുള്ള മക്കൾക്കൊക്കെയും പാഠം പഠിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടം സംഭവിക്കാതെ ഇങ്ങനെ ഈ അവിശ്വാസികളുമായി വിവാഹത്തിൽ ഏർപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിങ്കൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവർ ദൈവഹിതപ്രകാരമുള്ള ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ അവർക്ക് സന്തോഷമയമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഇടയാം. അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക തീരുമാനങ്ങൾ കൊണ്ട്, അപ്പം നമുക്കറിയാം ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റുള്ള കാലമാണ്. അപ്പം നമുക്ക് സാമ്പത്തികമായി ടൈറ്റുള്ള കാലത്തൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. പ്രത്യേകിച്ച് നമ്മൾ വീടുകളൊക്കെ പണിയുമ്പോൾ ഒത്തിരി ആളുകൾ അവരവർക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ലോണുകളൊക്കെ എടുത്തിട്ടൊക്കെ പലരും വീടൊക്കെ പണിയുന്നത്. അപ്പം ലോണുകൾ വലുതായ ലോണുകളൊക്കെ എടുത്ത് വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വീടും ഉണ്ടാകില്ല, അവസാനം നിരാശയും കഷ്ടവും. അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ നമ്മൾ അവിശ്വാസികളായ ആളുകൾ ഒക്കെ നമ്മൾ ജീവിതമൊക്കെ വായിക്കുമ്പോൾ അനേകർ ആത്മഹത്യയിലേക്കൊക്കെ നീങ്ങുന്നതായ ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. അപ്പം അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ഒരു ലോണൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും 100 വട്ടം ചിന്തിച്ചിട്ട് വേണം എനിക്കിത് എടുക്കാനായിട്ട് പറ്റുമോ. നമുക്ക് ലോൺ കിട്ടാനായിട്ട് എളുപ്പമാണ്, പക്ഷെ അത് അടച്ചു തീർക്കുവാനായിട്ട് എത്രയോ കഷ്ടപ്പാടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചിട്ട് നമ്മൾ പരമാവധി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എനിക്ക് അനുവദിക്കുന്ന സമയത്ത് ഞാനൊരു വീട് പണിയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവം എനിക്കൊരു വീട് പണിയുവാനുള്ള വാതിൽ തുറന്നു തരേണ്ടതിന് ആ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുവാൻ, ആ നിലയിൽ മറ്റുള്ളവരാൽ എന്തെല്ലാം നിന്ദകളും ദുഷികളും അങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ടും ഇടയാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നാലും കഷ്ടതകളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് നമ്മളെ നശിപ്പിക്കുവാനായിട്ടല്ല, ദൈവം നമ്മളെ അത് പണിയുവാനായിട്ടാണ് ദൈവം നമുക്ക് ജീവിതത്തിൽ അനുവദിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് കൂടുതൽ ചേർന്ന് ഇരിപ്പാൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പല ചെത്തിമിനക്കലുകളും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അത് സന്തോഷത്തോടെ സഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ തകർക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് തീരുന്നത് മുഖാന്തരം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഫലങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. അപ്പം ദൈവം ഒരു വിശ്വാസി ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ തങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ അവരൊരിക്കലും തകർക്കപ്പെട്ട അനുഭവത്തിലുള്ള വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമാണ് അവരൊരിക്കലും തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ അവർ തെറ്റായി പ്രതികരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരാരും മറ്റുള്ളവരെ കുറ്റം പറയുകയോ ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തകർക്കപ്പെട്ട ജീവിതം ഉള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പാപങ്ങളൊക്കെ വന്നു പോയാൽ അവരുടെ പാപങ്ങൾ അവർ മൂടി വയ്ക്കുന്നില്ല. അവരുടെ പാപങ്ങളെ ആരെങ്കിലുമൊക്കെ അവരുടെ പാപങ്ങളൊക്കെ തിരുത്തി കൊടുക്കുമ്പോൾ അവരവരുടെ പരാജയങ്ങളെ സംഭവിക്കും. മറ്റുള്ളവരെ ആരെയും പഴിചാരുകയില്ല, മറ്റുള്ളവരെ വിമർശിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ അവരോട് സഹതാപം കാണിക്കുന്ന ആളുകളായിട്ടാണ് തകർക്കപ്പെട്ട വ്യക്തികളായിട്ടുള്ള അല്ലെങ്കിൽ തകർക്കപ്പെട്ട ജീവിതം നയിക്കുന്നവരെ ജീവിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് നമ്മളും നമ്മുടെ ജീവിതങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെയും വരുന്ന കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, അതുപോലെ രോഗങ്ങളിൽ, അപകടങ്ങളിൽ അല്ലെങ്കിൽ വേർപാടുകളിൽ നമുക്കും ആ തകർക്കപ്പെട്ട ജീവിതം നയിക്കുന്നവരെ പോലെ നമുക്കും അവരോടൊപ്പം നമുക്കും സഹതപിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തകർക്കപ്പെട്ട ജീവിതം നയിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ് നഷ്ടപ്പെട്ട ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ഉള്ളവരായിട്ടാണ്. തകർക്കപ്പെട്ട ജീവിതമുള്ളവരെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ട ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്താൽ
നമുക്കും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന അനേക ദേവദാസന്മാർ, അനേക കുടുംബങ്ങളുണ്ട്. അവർ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, പ്രത്യേകിച്ച് നോർത്തിൻ്റെ പോലെ അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളൊക്കെയും ഒത്തിരി സുവിശേഷത്തെ പ്രതി പീഡനമൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കേരളത്തിൽ നമുക്ക് അങ്ങനെ സുവിശേഷത്തെ പ്രതി വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതോർത്ത് നമ്മൾ സന്തോഷിക്കാതെ നമുക്ക് കഷ്ടങ്ങളിലിരിക്കുന്ന നമ്മുടെ സഹവിശ്വാസികളെ ഓർത്ത്, അതുപോലെ തന്നെ കർത്താവിന് വേലക്കാരിയെ ഓർത്ത്, അവരുടെ കുടുംബത്തെ ഓർത്ത്, അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ ഒക്കെ ഓർത്ത് നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവം നമുക്ക് നൽകുന്ന സാമ്പത്തിക സമൃദ്ധിയില്ലെങ്കിൽ സാമ്പത്തികമായ സാമ്പത്തികത്തിൽ നിന്ന് നമുക്ക് അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പണം ചെലവഴിക്കുന്നത് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നോർത്ത് പോലെയുള്ള അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് നമുക്ക് അനാവശ്യമായി ചെലവഴിക്കുന്ന പണമൊക്കെയും നമുക്ക് കൂട്ടി വച്ചിട്ട് അവിടെയുള്ള കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അയച്ചു കൊടുത്ത് നമ്മൾ കർത്താവിന് കൊള്ളാവുന്ന, മനുഷ്യർക്ക് പ്രയോജനകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.